സർ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരു RSSകാരനാണ്. RSSകാരനായ ഒരു ഗവർണർ, നേരത്തെ RSSുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഗവർണർ സർക്കാരും തമ്മിൽ തുറന്ന പോരായിരുന്നു. ഇപ്പോൾ തനി RSSകാരനായ ഒരു ഗവർണർ, ഇപ്പോൾ UGC തന്നെ വൈസ് ചാൻസലർ നിയമനം ഗവർണറിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ വിജ്ഞാപനവും പുറത്തു വന്നിരിക്കുന്നു. ഇനി സർക്കാരും ഗവർണറും തമ്മിലുള്ള പുതിയ പോര് നമ്മൾ കാണേണ്ടി വരുമോ? കേരളത്തിൽ ഗവർണർ എന്ന പദവിയോട് സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെ സമീപിക്കുന്നു, ആ പദവിയുടെ മാന്യത എന്താണ്, ഗവർണർ എന്ന തസ്തിക തന്നെ ആവശ്യമുണ്ടോ എന്ന് പണ്ട് കേരളത്തിനും പുറത്തും ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗവർണർ എല്ലാ ചർച്ചകളുടെയും അവസാനം ഗവർണർ ഇന്നത്തെ നിലയിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഭരണകൂടങ്ങളുടെ തലവനായി ഗവർണർ, രാഷ്ട്രപതിയുടെ ഒരു പ്രതിനിധി, തിരഞ്ഞെടുക്കപ്പെടാത്ത നിയമിതനായ ഒരു ആൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ജനാധിപത്യത്തിന് ദോഷമൊന്നുമല്ല, കരുത്തേകുകയുള്ളൂ. ഭരണഘടനാ ശില്പികൾ വളരെ ആലോചിച്ചിട്ടാണ് ഇതുപോലൊരു ഭരണഘടനാ പദവി ഉണ്ടാക്കിയത്. ഗവർണറുടെ വില അറിയണമെങ്കിൽ ഒരു നിയമസഭയിൽ ആ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ലാതാകണം. അപ്പോഴാണ് ഗവർണർ ഭരണത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ 6 മാസം വരെ ഗവർണർക്ക് സ്റ്റേറ്റ് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തത്തെ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി നിയമസഭയുണ്ടായാൽ മതി. അതാണ് ഗവർണറുടെ ഭരണഘടനാപരമായ വലിയ ഒരു അവകാശം. പിന്നെ തൻ്റെ സർക്കാരാണ്, ഒരു സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള തലവൻ മുഖ്യമന്ത്രിയല്ല, ഗവർണറാണ്. ഗവർണർ ആണ് ഓരോ വർഷവും നയപ്രഖ്യാപനം നടത്തുന്നത് നിയമസഭയിൽ. നയപ്രഖ്യാപന വേളയിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട ആളുകൾ അത് ഒരു എക്സിക്യൂട്ടീവിലേക്ക് മാറുന്നു എന്നാണ് ആ പ്രഖ്യാപനത്തിൻ്റെയും ആ പ്രയോഗത്തിൻ്റെയും അർത്ഥം തന്നെ. അവർ ഗവർണർ വായിച്ച നയപ്രഖ്യാപനത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ഈ നയപ്രഖ്യാപനം ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അത് ഈ മന്ത്രിസഭയും അവരുടെ ഭരണകൂടത്തെ നയിക്കുന്ന കക്ഷികളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയായിരിക്കും. അത് ജനാധിപത്യത്തിൻ്റെ മര്യാദാപൂർണമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ആത്യന്തികമായി ഗവർണറാണ് ആ ഭരണകൂടത്തിൻ്റെ തലവൻ. അതാണ് അതിൻ്റെ മീനിങ്. ഈ പദവിയിൽ എത്തുന്ന ഒരാളുമായി സംസ്ഥാനത്തെ ഭരണകൂടം യുദ്ധത്തിലേർപ്പെടുക എന്നത് പറയുന്നത് വലിയ ദൗർഭാഗ്യകരമാണ്. അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു തരത്തിലും ഭൂഷണമല്ല. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി നടന്നു വന്നത് ആരിഫ് മുഹമ്മദ് ഖാനും സ്റ്റേറ്റിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള പോരായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും എല്ലാ നിയമനങ്ങൾക്കും എല്ലാ ഇഷ്യൂവിൻ്റെ പേരിലും ഗവർണർക്ക് ഒരു നിലപാടുണ്ട്. നിലപാടില്ലാത്ത ഗവർണർമാർ ഉണ്ടായേക്കാം, അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ റബ്ബർ സ്റ്റാമ്പ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല. തന്നിൽ നിക്ഷിപ്തമായ അധികാരം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ ദൃഢനിശ്ചയമെടുത്ത ഒരു ഗവർണർക്ക് ഒരുപാട് അധികാരങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. ആ അധികാരങ്ങൾ അദ്ദേഹം ഏത് കാഴ്ചപ്പാടോടെ പ്രയോഗിക്കുന്നു? ജനക്ഷേമകരമായിട്ട്, ജനങ്ങളുടെ ഭാവിക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി അതിനെ വിനിയോഗിക്കുമ്പോഴാണ് ഗവർണർ എന്ന പദവി അർത്ഥപൂർണ്ണമാകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ആ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തിലേറെ കാലം കേരളത്തിൽ നടത്തിയത് ഒരു വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടം ജനാധിപത്യ വ്യവസ്ഥയെയും നമ്മുടെ ഭരണകൂടത്തെയും ശക്തിപ്പെടുത്തുന്നതിനും അർത്ഥപൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നതുമായിരുന്നു. പ്രത്യേകിച്ചും പിന്നെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം, ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിലെ അനഭിലഷണീയ പ്രവണതകൾ, ക്യാമ്പസ് പൊളിറ്റിക്സ്, വിദ്യാർത്ഥി രാഷ്ട്രീയം, ഇതിലൊക്കെ ഗവർണർ സിൻഡിക്കേറ്റിലെയും സെനറ്റിലെയും നാമനിർദ്ദേശങ്ങൾ, ഇതിലൊക്കെ ഗവർണർ ഭരണകൂടവുമായിട്ട് എപ്പോഴും ശണ്ട കൂടുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ ചാൻസലറാണ്, യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറാണ്. പ്രോ ചാൻസലർ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിക്കും ഉപരിയാണ് ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കേരളത്തിൽ അതിനെക്കുറിച്ചുള്ള വാദം എന്തായിരുന്നു? ഗവർണർക്ക് ചാൻസലർ പദവി നിയമസഭ കൊടുത്തതാണ്. നിയമസഭ കൊടുത്തു എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് കൊടുത്തതാണെങ്കിൽ അത് പിൻവലിക്കാനും അവർക്ക് അവകാശമുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോഴതിനാണ് ഒരു
അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. UGC പറഞ്ഞിരിക്കുന്നു ഗവർണറാണ് ആത്യന്തികമായും അവസാനമായും ഉള്ള വാക്ക്. VCയെ നിയമിക്കുന്നതിൽ, വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവൺമെൻറ്റിന് പാനൽ അവതരിപ്പിക്കാം. യോഗ്യരായ 3 പേരുടെ പാനൽ അവതരിപ്പിക്കുക. ആ പാനലിൽ നിന്ന് 3-ൽ 1 ആരാവണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, വിദ്യാഭ്യാസ മന്ത്രിയല്ല, വേറെ ആരെങ്കിലുമല്ല, അത് ഗവർണർ മാത്രമാണ്. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം UGC നിയമമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനി അപ്പോൾ അത് കേരളത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഗവർണർക്ക് തൻ്റെ അധികാരത്തെക്കുറിച്ച് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ അത് പ്രയോഗിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അത് ഇതെനിക്ക് സംസ്ഥാന ഗവൺമെൻറ് തന്ന പദവിയല്ലേ, അത് അവർക്ക് പിൻവലിക്കാമെങ്കിൽ അവർ പറയുന്നു കേൾക്കണ്ടേ എന്നൊരു സന്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇനി പുതിയ ഗവർണർക്കില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി പുതിയ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ പഴയതുപോലെ SFI ആരിഫ് മുഹമ്മദ് ഖാനെ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ട് നട റോഡിൽ പ്രതിഷേധം, നമ്മൾ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു സംഭവങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഗവർണർക്കെതിരെ വലിയ നീക്കങ്ങളാണ് നടത്തിയത്. പക്ഷേ ഈ ഗവർണർ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും അതുപോലെ ആയിരിക്കും എന്നാണ് തുടക്കത്തിലേ പറഞ്ഞത്. പക്ഷേ തുടക്കം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങി എന്നുള്ളത്. കാരണം ADGPയെ വിളിച്ചു വരുത്തി പോലീസിൻ്റെ എന്തിനു മാറ്റിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു നീക്കങ്ങളിൽ സംസ്ഥാന സർക്കാർ ഞെട്ടുമോ, അതോ വീണ്ടും പഴയതുപോലെ 5 വർഷക്കാലം ഒരു തുറന്ന പോരിന് തന്നെയായിരിക്കുമോ മുന്നോട്ട്? അല്ല, കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് സ്റ്റൈല് തന്നെ സമരവും ഭരണവും എന്നതാണ്. അവർ ഇപ്പോൾ ഗവർണറുടെ വീട് ഔദ്യോഗിക വസതിയിലേക്ക്, രാജ്ഭവനിന് മുന്നിലേക്ക് വിദ്യാർത്ഥികളെ സമരത്തിനും മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. അത് മുമ്പൊന്നും കേരളത്തിൽ അങ്ങനെ കൂടെ കണ്ടിട്ടുള്ളതൊന്നുമല്ല. ഗവർണർ വഴിയിലൊരു ഇരുമ്പ് കസേരയിട്ട് റോഡരികിൽ ഇരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കാറ് തകർക്കാൻ ശ്രമിച്ചു. അതിന് കാറിൽ തടഞ്ഞിട്ടു. റോഡിൽ ഗവർണറെ തടയുന്ന സ്ഥിതി വന്നു. ഇതൊന്നും കേരളത്തിന് മുമ്പ് കണ്ടിട്ടില്ല. ഈ തരത്തിലുള്ള ഒരു തെരുവിലേക്ക് ഗവർണറെ എതിർക്കുന്ന, ഗവർണറുടെ വഴി തടയുന്ന തരത്തിലുള്ള ഒരു സമരസന്നാഹവും എന്നാൽ ഭരണവും എന്ന തരത്തിൽ പോകാൻ ഒരു കാരണവശാലും പറ്റില്ല. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഗവർണറെ വഴിയിൽ തടയുന്നത് ഒരു ജനാധിപത്യത്തിനും ഭൂഷണമല്ല. അത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ. ഇത്തരം വിവേകശൂന്യമായ ചില സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടു. അതിൽ നിന്ന് ഈ ചെയ്തവർക്ക് ഒരു തിരിച്ചറിവുണ്ടാകുകയും വിവേകബോധത്തോടെ അവർ വരുംകാലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിയമത്തിൽ അധിഷ്ഠിതമായ തരത്തിലുള്ള എല്ലാ പ്രക്ഷോഭത്തിനും എതിരഭിപ്രായം പറയുന്നതിനുള്ള ജനാധിപത്യ അവകാശം ഉപയോഗിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടാകും. ഗവർണർ എന്ന് പറയുന്നത് ഒരു ഏകാധിപതി ആണ് എന്ന തരത്തിലല്ലേ അവർ സമരം ചെയ്തത്. ഗവർണർ തന്നിഷ്ടം കാണിക്കുന്നു. ഒരു ഗവർണർക്കും അങ്ങനെ തന്നിഷ്ടത്തോടെ പോകാൻ പറ്റില്ല. ഗവർണർക്ക് വഴി തെറ്റുന്നു എന്ന് തോന്നിയാൽ ഓർമ്മിപ്പിക്കാനുള്ള എല്ലാ ഭരണഘടനാപരമായ മാർഗങ്ങളുണ്ട്. ആ തരത്തിൽ ഗവർണറുടെ ചെയ്തികൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വരേണ്ടത്. അതേസമയം ഗവർണർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രപതിയാൽ നിയമിതനായ ഒരു അപ്പോയിൻറ്റഡ് പോസ്റ്റാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല. എന്നാൽ മുഖ്യമന്ത്രി എലക്റ്റഡ് മാനാണ്, പബ്ലിക് ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ജനാധിപത്യത്തിൽ വലിയ ആൾ. ഇങ്ങനെ ഈ വലിപ്പച്ചെറുപ്പം കാണിക്കലല്ല. അങ്ങനെ മുഖ്യമന്ത്രിയാണ് വലിയ ആളെങ്കിൽ പിന്നെ ഭരണഘടനാപരമായി ഇങ്ങനെ ഒരു പദവി സൃഷ്ടിക്കേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ആലോചിച്ച് ഇന്ത്യൻ ഡെമോക്രസി ഏറെക്കാലം അർത്ഥവത്തായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഭരണഘടനാ ശില്പികൾ ആലോചിച്ചുണ്ടാക്കിയ ഒരു തസ്തികയാണ് ഗവർണർ, രാഷ്ട്രപതിയുടെ സംസ്ഥാനത്തെ പ്രതിനിധി. അതില്ലാതെ വരുന്നത് ഇത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എപ്പോഴാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ ഈ ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ലാവുന്ന ഗവർണർക്കാണ് അവിടെ പിന്നെ പറയുവാനും കാര്യങ്ങൾ നീക്കുവാനുമുള്ള അവകാശം. ഗവർണറെ അഡ്വൈസ് ചെയ്യാനുള്ള 2-3 പേരെ വെച്ചുകൊണ്ടാണ് ഗവർണർ ഭരണം കേരളത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതാണ് ഗവർണറുടെ അർത്ഥം. ഈ ഗവർണർക്ക് UGC VCയെ തീരുമാനിക്കാനുള്ള പദവി കൊടുത്തിരിക്കുന്നു. ഈ ഗവൺമെൻറ് അതിനെ എങ്ങനെ കാണും? ഗവൺമെൻറ് റിയാക്ഷനൊന്നും നമ്മൾ കണ്ടില്ല. എങ്ങനെ കണ്ടാലും ഈ പദവി അദ്ദേഹം ഉപയോഗിക്കും.
ഉപയോഗിച്ചാൽ അദ്ദേഹത്തെ ആർക്കും കുറ്റപ്പെടുത്താനും പറ്റില്ല.